അടിക്കുകയാണെങ്കിൽ അങ്ങ് തിരിച്ചടിക്ക്. നിങ്ങളെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ കോമഡി ഒന്നും ഇപ്പൊ വർക്കാവൂല. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. വീട്ടിലിരുന്ന് ബോറടിക്കണ്ട. എന്നാ നീ നിക്കണ്ട, അവിടെ തല കുത്തി നിന്നോ. പിന്നെ വലിയ കോമഡി. ഞങ്ങൾ ഉദ്ദേശിച്ചത് നമ്മക്കൊരു ടൂറ് പോയാലോ. ഇപ്പൊ വലിവൻ കേട്ടാന്ന് മനസ്സിലായി. എന്റെ ഉപ്പാനോടങ്ങ് ചെന്ന് പറഞ്ഞാ മതി. നടന്ന തന്നെ. ഇക്കാലങ്ങളെ പൂതി എട്ടാക്കി മടക്കി പോക്കറ്റിലിട്ടാളി. നിങ്ങൾ അങ്ങനെ പറയല്ലേ. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഇപ്പാനൊന്ന് സോപ്പിട്ട് നോക്കാം. അല്ല, എവിടേക്ക് ടൂർ പോവാൻ നിങ്ങളെ പ്ലാന്? ഊട്ടിക്കായാലോ? ഊട്ടിയൊന്നും വേണ്ട. നിനക്ക് ആകെ ഒരു ഊട്ടി തന്നെ അറിയുള്ളൂ. നമുക്ക് വല്ല ഫോറസ്റ്റോ ബീച്ചോ അങ്ങനെ എന്തെങ്കിലും കാണാൻ പോവാം. അത് നല്ലൊരു ഐഡിയ ആണ്. ഐഡിയ നന്നായിട്ട് കാര്യമൊന്നുമില്ല. ഉപ്പ സമ്മതിക്കും കൂടി വേണം. അതൊക്കെ ഇപ്പൊ കാണിച്ചു തരാം. വാ, എല്ലാരും വാ. നമുക്ക് നന്നായിട്ടൊന്ന് സോപ്പിട്ട് പതപ്പിക്കാം. കമോൺ. കടബാധ്യത മൂലം ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. ബെസ്റ്റ്. ടൂറിന്റെ കാര്യം ചോദിക്കാൻ പറ്റിയ സമയാണ്. അതന്നെ. ആരാണാവോ ഇതുപോലത്തെ വാർത്തയൊക്കെ പത്രത്തിൽ കൊടുക്കുന്നത്? എന്തെങ്കിലും ആവട്ടെ, നമുക്കൊന്ന് എറിഞ്ഞു നോക്കാം. എന്നാ നിങ്ങളെ കാര്യം ഹുദാ ഹുവ. നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത് ഞങ്ങളെ തളർത്താനാണോ? ഞാൻ തളർത്തിയില്ലേലും മൂപ്പര് നിങ്ങളെ തളർത്തും. എന്താ എല്ലാരും കൂടി ഒരു ചർച്ച? ഇന്നെ ഇവിടുന്ന് പുറത്താക്കാനുള്ള എന്തെങ്കിലും പരിപാടിയാണോ? ഏയ്, ഞങ്ങൾ അങ്ങനെ ചെയ്യോ? പിന്നെന്തായിരുന്നു ചർച്ച? ഇപ്പൊ ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആരോഗ്യമൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. ഇതിപ്പോ എന്തിനുള്ള സോപ്പാണാവോ? ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു ആഗ്രഹമുണ്ട്. പൈസ വേണ്ടാത്ത ആഗ്രഹങ്ങൾക്കൊക്കെ ഞാൻ റെഡിയാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? നിങ്ങളൊന്നും മിണ്ടാതിരിക്കി. ഉപകാരം ഒന്നും ചെയ്തിട്ടില്ലേലും ഉപദ്രവിക്കല്ലേ. അല്ല, ഇപ്പൊ എന്താ നിങ്ങളെ ആഗ്രഹം? വീട്ടിലിരുന്ന് ബോറടിക്കാണ്. നമുക്കൊന്ന് ടൂറ് പോയാലോ? അതാണ് ഞാൻ പറഞ്ഞത്. പൈസന്റെ കാര്യമൊന്നും എന്നോട് ചോദിക്കരുത്. അല്ലപ്പാ, ഇതിന് അത്ര പൈസ ഒന്നും വരൂല. കുട്ടികളുടെ ഒരു ആഗ്രഹല്ലേ, എന്നിട്ട് സാധിച്ചു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത് കാശില്ല. നിങ്ങളുടെ അടുത്ത് കാശുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെങ്ങനെയാണ് നിനക്കറിയണത്? എല്ലാരും ഇറങ്ങുമ്പോ നിങ്ങൾ പൈസ ഉണ്ടെന്ന് ഞാൻ കാണലുണ്ട്. അപ്പൊ കാശുണ്ടെന്ന് മനസ്സിലായി. പ്ലീസ് ഇപ്പൊ നമുക്ക് എങ്ങടെങ്കിലും ടൂർ പോവാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വല്ല കാടോ ബീച്ചോ കാണാൻ പോവാ. എന്തിനാ കാടും ബീച്ചൊക്കെ? അതാവുമ്പോ അധികം കാശ് ചെലവാവൂല. എല്ലാത്തൊരു മനുഷ്യൻ തന്നെ. നിനക്കതൊക്കെ പറയാ. പൈസ പോണത് എന്റെയാണ്. ഓ, കാടെങ്കി കാട്. അപ്പൊ നമുക്ക് നാളെ തന്നെ പോവാം. ശരി. ഇന്നൊന്ന് അടിച്ച് പൊളിക്കണം. അതന്നെ. എത്ര കാലായി ഇങ്ങനത്തെ ഒരു ടൂറ് വന്നിട്ട്? ഇക്കൊരു സംശയം, ഞാൻ ഡോറടച്ചോന്ന്. തുടങ്ങി. 50 വട്ടെങ്കിലും നീ ഡോർ അടിച്ചിട്ടുണ്ടോന്ന് നോക്കിയിട്ടുണ്ടാവും. എന്നിട്ടാപ്പൊ ഒരു സംശയം. എത്ര നോക്കിയാലും വീട് വിട്ട് പോരുമ്പോ ഒരു സംശയമാണ് വാതിലടച്ചോന്ന്. ഇനി പിന്നെ നിങ്ങൾക്ക് വാതിലും കെട്ടിപ്പിടിച്ച് വീട്ടിൽ തന്നെ ഇരുന്നൂടെ? വെറുതെ മനുഷ്യന്റെ മൂഡ് കളയാൻ. അല്ല, വല്ല കള്ളന്മാരും കേറുമോന്ന് പേടിച്ചിട്ടാണ്. പിന്നെ കള്ളന്മാർക്ക് നിങ്ങള് പുറത്തോടോ നോക്കി ഇരിക്കലല്ലേ പണി. ഇനി പതവാ കള്ളം കയറിയാലും കൊണ്ടുപോകാൻ വല്ലതും വേണ്ടേ? ഉപ്പ, നിങ്ങളെന്തൊന്നും മിണ്ടാത്തത്? എന്തോ ആലോചനയിലാണല്ലോ. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു. പണ്ടിന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പൊക്കെ ടൂറ് പോയിരുന്ന കാലം. ഒരിക്കൽ ഞാനും എന്റെ ഫ്രണ്ട്സും ഊട്ടിക്ക് ടൂറ് പോവുന്നു. അവിടെ ഞങ്ങളൊരു കാട്ടുകൂടെ പോകുമ്പോ പെട്ടെന്ന് ഞങ്ങളുടെ വണ്ടിന്റെ മുമ്പക്ക് ബാക്കി നിങ്ങൾ വേഗം പറയ്. വണ്ടിയുടെ മുമ്പക്ക് 5 ഒറ്റയാന വന്നു. അതെങ്ങനെ ഒരാളിൽ ഒറ്റയാനാന്ന് പറയണത്? ഇത് 5 ഉണ്ടല്ലോ. നിങ്ങളൊന്ന് മയത്തില് തള്ളു. നിങ്ങൾ സത്യം പറഞ്ഞാടി, ശരിക്കാരോ വന്നോ? നിങ്ങൾ അത്ര വിശ്വാസല്ല. അത് വന്നു, പക്ഷെ അതാണല്ല. പിന്നെ എന്താണ് വന്നത്? വല്ല ഈച്ച കൊതുകായിരിക്കും. നിങ്ങൾ കാര്യം പറ, ശരിക്കെന്താ വന്നത്? 5 മുയലാ വന്നത്. ആദ്യേ അറിയായിരുന്നു 5 ആന വന്നിട്ടില്ലാന്ന്. അതെങ്ങനെ എനിക്ക് മനസ്സിലായി? നായനെ കാണുമ്പോ ഓടുന്ന നിങ്ങളല്ലേ. അപ്പൊ ആന വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ അറ്റാക്ക് ഒന്ന് വെച്ചിട്ടുണ്ടാവും.
പിന്നെ ഞങ്ങളൊരു ദിവസം പോകുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ആ മതി, ഇനി ഒരു തള്ളും കൂടി കേൾക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല. ഇപ്പൊ തന്നെ തള്ളി തള്ളി വണ്ടി പറയാനായി. ഇനി തള്ളണ്ട.